മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആദ്യം കപ്പ പൊളിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. മട്ടനും ഇറച്ചിയും വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശിവശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളമായി ശിവശാമ്മ. അത് നമുക്ക് കപ്പ ഇറച്ചി കൊണ്ട് ഇളക്കിയെടുക്കാം. നമുക്കതിന് കടുക് വറുത്ത് വയ്ക്കുക. അത് ഒന്ന് ഇളക്കിയെടുക്കുക. മല്ലിച്ചപ്പ്, കരിയാപ്പില എല്ലാം കൂടി ഇട്ട് ഇളക്കുക. ആദ്യം ഇറച്ചി മസാല എല്ലാം ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് എടുക്കുക. കപ്പയും വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കതിന് ഒരു കറി വേണ്ടേ? കപ്പ ബിരിയാണിക്ക് ഒരു കറി വേണമല്ലോ. അതിനൊപ്പം നമുക്ക് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് പച്ചമുളകും അതിൽ മുറിച്ചിടുക. പാകത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ച് ഇളക്കുക. നല്ല സൂപ്പർ ഒരു കറിയായി. കപ്പ ബിരിയാണിയുടെ കറി. അധികം ആൾക്കാരുണ്ടാക്കാത്തൊരു കറിയാണിത്. നമുക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ എങ്ങനെ ഉണ്ടോ? ഞങ്ങൾ മിക്കവാറും കപ്പ ബിരിയാണി വെക്കുമ്പോൾ ഇത് അതുപോലെ ചെറുനാരങ്ങ ഇതുപോലെ മുറിച്ചിട്ടിട്ട് വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. ചെറുനാരങ്ങ ഇല്ലാത്തപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. ഇതും നല്ല ഒരിതാണ്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് വിനാഗിരി ഒഴിച്ചിളക്കിയെടുക്കുക. നല്ല സൂപ്പർ ഒരു കപ്പ ബിരിയാണി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കറി നല്ല രസമുള്ള കറിയാണ് കപ്പ തിന്നാൻ. കപ്പ ബിരിയാണി ഇതെല്ലാ നാട്ടിലുള്ളതാണ്. വിനാഗിരി, സവാള, പച്ചമുളക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ എടുക്കുക. നല്ല സൂപ്പർ ഒരു കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശിവശാമ്മ കിച്ചൺ. കപ്പ ബിരിയാണി ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് മുക്കി തിന്നുക. നല്ല സൂപ്പർ കണ്ടോ? തിന്നാലും മതി വരില്ല. അതുപോലത്തെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കപ്പ ബിരിയാണി, സവാള ഉള്ളിക്കറി.